ഇതുവരെ 5 കോൺഗ്രസ് എംഎൽഎമാരാണ് ബിജെപിയിലേക്ക് ചേക്കേറിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ എംഎൽഎമാർ ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഗുജറാത്തിലെ പാർട്ടി എംഎൽഎയെ പോലീസിനെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയതായി ആരോപിച്ച് കോൺഗ്രസ് രാജ്യസഭ സ്തംഭിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് അനന്ത് ശർമ്മയാണ് ക്രമപ്രശ്നമായി വിഷയം സഭയിൽ ഉന്നയിച്ചത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി വിജയിക്കാനുള്ള തന്ത്രമാണ് ബിജെപി നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് ആരോപിച്ചു. രാജ്യസഭാ എംപി ചുनने के लिए आप चोरियां करते हैं, डाका करते हैं, पुलिस को इस्तेमाल करते हैं. അതേസമയം രാജ്യസഭയിൽ ഉന്നയിക്കേണ്ട വിഷയമല്ലതെന്ന് വ്യക്തമാക്കിയ ഡെപ്യൂട്ടി സ്പീക്കർ പി.ജെ. കുര്യൻ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ 2 വട്ടം നിർത്തിവെച്ചു. അതിനിടെ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, ബൽവന്ത് സിംഗ് പട്ടേൽ എന്നിവർ ഗുജറാത്തിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വിപ്പായിരുന്ന ബൽവന്ത് സിംഗ് ബിജെപിയിൽ ചേർന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബൽവന്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് 5ാം ഊഴം ലക്ഷ്യമിടുന്ന സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.